നിങ്ങൾ ഒരിക്കലെങ്കിലും പഠിക്കാനിരുന്നിട്ടുണ്ടോ? പുസ്തകം തുറന്ന് ഫോൺ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷീണം, ശ്രദ്ധ തിരിഞ്ഞത്, പ്രചോദനമില്ലാത്തത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം. പക്ഷേ ആ 5 മിനിറ്റ് നാളെയായി മാറുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ മടിയനല്ല, നിങ്ങൾ ദുർബലനുമല്ല. നിങ്ങൾ ശരിയായ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാൻ മറന്നതാണ്. കാരണം ഒരു ശക്തമായ ചോദ്യം ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്താൻ കഴിയും. ഇന്ന് ഓരോ വിദ്യാർത്ഥിയും സ്വയം ചോദിക്കേണ്ട ഏറ്റവും ശക്തമായ പ്രചോദനാത്മക ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവിടും. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയും ശാസനയും ഭാവിയും മാറ്റാൻ കഴിയും. അവസാനം വരെ കാണുക, കാരണം ഈ ചോദ്യങ്ങളിലൊന്ന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. ഓരോ രാവിലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്, ഇന്നെന്താണ് ഞാൻ പഠിക്കേണ്ടത്? തെറ്റായ ചോദ്യം. ഇത് ചോദിക്കൂ, ഞാൻ ഇങ്ങനെ തുടർന്നാൽ ഞാൻ ആരായി മാറുകയാണ്? നിങ്ങളുടെ 2 വേർഷനുകൾ ചിന്തിക്കൂ. ഒന്നാമത്തെ വേർഷൻ സ്ക്രോൾ ചെയ്യുന്നു, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, സമയം കളയുന്നു. രണ്ടാമത്തെ വേർഷൻ ഫോക്കസ്ഡ്, ഡിസിപ്ലിൻ ഉള്ളത്, കോൺഫിഡന്റ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ വേർഷനുകളിൽ ഒരാൾക്കുള്ള വോട്ടാണ്. സയൻസ് ഇതിനെ വിളിക്കുന്നത് ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ്. നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റിയോട് കോൺസിസ്റ്റന്റ് ആയിരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ നിങ്ങളെ സീരിയസ് വിദ്യാർത്ഥി എന്ന് കാണുന്നുവെങ്കിൽ നിങ്ങൾ സീരിയസ് ആയി പ്രവർത്തിക്കും. നാളെ രാവിലെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് ആക്ഷൻ: ഫോൺ തൊടുന്നതിന് മുമ്പ് സ്വയം ചോദിക്കൂ, ഒരു ഫോക്കസ്ഡ് വിദ്യാർത്ഥി ഇപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അതേ കാര്യം ചെയ്യൂ. ഓവർ തിങ്കിങ് വേണ്ട, നേരിട്ട് ആക്ഷൻ. ഉച്ച കഴിഞ്ഞ സമയമാണ് കൂടുതലായും വിദ്യാർത്ഥികൾ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയം. ഊർജം കുറയുന്നു, ശ്രദ്ധ ചിതറുന്നു, പ്രചോദനം ഇല്ലാതാകുന്നു. അന്നേരം നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഇതെന്റെ ഭാവിയെ സഹായിക്കുന്നുണ്ടോ അതോ അത് നശിപ്പിക്കുകയാണോ? സത്യസന്ധമായ ഉത്തരം പറയൂ. ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നത് നിസാരമായതായി തോന്നാം, പക്ഷേ അത് പതുക്കെ നിങ്ങളുടെ മസ്തിഷ്കത്തെ പരിശീലിപ്പിക്കുന്നു കഠിനമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ. നിങ്ങളുടെ മസ്തിഷ്കം എളുപ്പത്തിലുള്ള ഡോപ്പമൈൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ വിജയം ലഭിക്കുന്നത് കഠിനമായ ഡോപ്പമൈൻ വഴി മാത്രമാണ്. പഠിക്കൽ, അഭ്യാസം, സ്വയം മെച്ചപ്പെടുത്തൽ. ഗവേഷണങ്ങൾ പറയുന്നു, ഒരു ചെറിയ ശ്രദ്ധചിതറൽ പോലും 20 മിനിറ്റ് വരെ ഏകാഗ്രത കുറയ്ക്കാം. ഒരു സ്ക്രോൾ 1 മണിക്കൂർ നശിപ്പിക്കാം. വേഗത്തിലുള്ള നടപടി: ശ്രദ്ധ ചിതറുമ്പോൾ പിന്നോട്ടെണ്ണു. 5, 4, 3, 2, 1. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ജോലിയിൽ തിരികെ ചെല്ലൂ. ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തെ റീസെറ്റ് ചെയ്യും, നിങ്ങളുടെ നിയന്ത്രണം തിരിച്ചു കൊണ്ടുവരും. രാത്രി ശക്തമാണ്, കാരണം വിജയികൾ രൂപപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. ഉറങ്ങാൻ മുമ്പ് സ്വയം ഒരു കഠിനമായ ചോദ്യം ചോദിക്കൂ: ഇന്ന് ഞാൻ മുന്നോട്ടു പോയോ, അല്ലെങ്കിൽ കാരണങ്ങൾ മാത്രം പറഞ്ഞോ? ഈ ചോദ്യം വേദനിപ്പിക്കും, പക്ഷേ അത് നിങ്ങളെ ഉണർത്തും. നിങ്ങൾക്ക് പരിപൂർണമായ ദിവസങ്ങൾ ആവശ്യമില്ല, നിങ്ങൾക്ക് സത്യസന്ധമായ ദിവസങ്ങൾ മതിയാകും. 1 മണിക്കൂർ ശ്രദ്ധയോടെ പഠിക്കുന്നത് പോലും 10 മണിക്കൂർ നാടകീയമായി പഠിക്കുന്നതിനേക്കാൾ മികച്ചതാണ്. നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം വളരുന്നു. ഇത് സ്വയംബോധം അഥവാ സെൽഫ് അവെയർനെസ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും വിജയകരമായ വിദ്യാർത്ഥികൾ ദിവസം വെറും ജീവിക്കുന്നതല്ല, അത് അവലോകനം ചെയ്യുന്നു. വേഗത്തിലുള്ള നടപടി: ഓരോ രാത്രിയും ചോദിക്കൂ, ഇന്ന് ഞാൻ എന്താണ് നന്നായി ചെയ്തത്? നാളെ ഞാൻ എന്തു മെച്ചപ്പെടുത്താം? സാധാരണ ശക്തമായത് ജീവിതം മാറ്റുന്നതാണ്. ഈ ചോദ്യം ഭയപ്പെടുത്തുന്നതാണ്, പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിലൊരു തീ കൊളുത്തുന്നു. സ്വയം ചോദിക്കൂ, ഇപ്പോൾ ഞാൻ മാറിയില്ലെങ്കിൽ 5 വർഷത്തിനു ശേഷം ഞാൻ എവിടെയായിരിക്കും? കണ്ണുകൾ അടയ്ക്കൂ, പശ്ചാത്താപം കൽപ്പന ചെയ്യൂ. മറ്റുള്ളവർ വിജയിക്കുന്നത് കാണുന്നത് നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ വേദനാജനകം അല്ലേ? ഇപ്പോൾ അതിന്റെ വിപരീതം കൽപ്പന ചെയ്യൂ: ആത്മവിശ്വാസം, വിജയം, സ്വാതന്ത്ര്യം. നിങ്ങളുടെ ഭാവി നിർമ്മിക്കപ്പെടുന്നത് നിങ്ങളുടെ ദിനപ്രതി തീരുമാനങ്ങളാലാണ്. നിങ്ങളുടെ പ്രചോദനത്താലല്ല, നിങ്ങളുടെ മനോഭാവത്താലല്ല, പക്ഷേ നിങ്ങളുടെ ശീലങ്ങളാലാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാവി ഒരിക്കൽ മാത്രം തീരുമാനിക്കുന്നില്ല, നിങ്ങളത് ഓരോ ദിവസവും തീരുമാനിക്കും. എനിക്കറിയാം, ചിലപ്പോഴൊക്കെ നിങ്ങൾ ക്ഷീണിതനായി തോന്നും, ചിലപ്പോഴൊക്കെ നിങ്ങൾ പിന്നിലാണെന്ന് തോന്നും, ചിലപ്പോഴൊക്കെ എല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നും. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾ ഒറ്റയാളല്ല. ഓരോ ശക്തനായ വിദ്യാർത്ഥിയും ഒരിക്കൽ പോരാടിയ വിദ്യാർത്ഥിയായിരുന്നു. അവർ കൈവിട്ടില്ല, നിങ്ങളും കൈവിടരുത്. മികച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങൂ, കാരണം മികച്ച ചോദ്യങ്ങൾ മികച്ച ജീവിതം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ഭാവി ഇപ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെ അഭിമാനിപ്പിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥി പ്രചോദനത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ആവശ്യമുള്ള ഒരു സുഹൃത്തിനൊപ്പം പങ്കിടൂ. ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ വിജയം ഒരു തീരുമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്നു തന്നെ തുടങ്ങൂ.